ഞാനും എൻ്റെ റബ്ബിന്റെ ഈ മുമ്പിൽ ഒരു വാതിൽ ഞാൻ അവിടെ തുറന്നു വെക്കുന്നുണ്ട്. ഒരു വാതിലേ, എനിക്ക് ചിലപ്പോൾ ആ വാതിലൂടെ അള്ളാഹിന്റെ അടുത്തേക്ക് പോവേണ്ടി വരും. ഞാൻ വെറും കള്ളനായി നടന്നാലേ അള്ളാഹുവിനെ പിടിച്ചാൽ രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം വേണ്ടേ? ഞാൻ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ തിന്നൂല. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോൾ കഅബയുടെ കില്ല പിടിച്ച് ഒരാൾ പൊട്ടിക്കരയുന്ന കാഴ്ച കാണുന്നുണ്ട്. സുഹൈൽ ഇബ്നു അംർ തങ്ങൾ ചിന്തിച്ചു, ഇയാളോടൊന്ന് ദുആ ഇറക്കാൻ പറഞ്ഞേക്കാം. കഅബയുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ വലിയ വലിയ മഹാന്മാർ കാണും, ആരിഫീങ്ങൾ കാണും, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ കാണും. തുസ്കബുൽ അബറാതു യാ ഉമർ, ഹുനാ തുസ്കബുൽ അബറാതു യാ ഉമർ. ഉമറേ, ഈ ഹജറുൽ അസ്വദിന്റെ അടുത്തും റുക്നൈനികൾക്കിടയിലുമാണ് കണ്ണുനീര് പൊഴിക്കേണ്ടത്. ഉമറേ, ഇവിടെയാണ് കരയേണ്ടത്, ഇവിടെയാണ് കരയേണ്ടതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ആരിഫീങ്ങൾ വരുന്നത്. അവിടെ കാണുമ്പോൾ അവരോട് ദുആ അർപ്പിക്കണം, അവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണം. ഒരുപാട് മഹത്തുക്കൾ വരും, നമ്മൾക്കൊന്നും അറിയാത്തവർ. അപ്പോ സുഹൈൽ ഇബ്നു അംർ തങ്ങൾ കഅബന്റെ കില്ല പിടിച്ച് ഇങ്ങനെ കരയണ ഈ മനുഷ്യനെ കണ്ടപ്പോ കുറച്ചു നേരം കഴിഞ്ഞിട്ടൊന്ന് ദുആ ഇറക്കാൻ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ മുഖമൊക്കെ തുടച്ച് കഅബത്തിന്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോ എന്തോ ഒരു കണ്ട പരിചയം. അപ്പോ സുഹൈൽ തങ്ങൾ പറഞ്ഞു, ഇവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്കും പരിചയമുണ്ട്, അന്ന് മരുഭൂമിയിൽ സുന്നത്ത് നോമ്പെടുത്ത. അതന്നെ. എന്തേ പറ്റി? ഞാൻ ഇപ്പൊ നന്നായി ആ ഏർപ്പാടൊക്കെ നിർത്തി എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഞാൻ വന്ന് പറഞ്ഞില്ലേ, അത്റുകു ബൈനി വ ബൈനല്ലാഹി ബാബൻ അസാ അൻ അദ്ഖുല മിൻഹു യൗമൻ മാ. എൻ്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകാൻ ഒരു വാതിൽ ഞാൻ അവിടെ ഒഴിച്ചിടുന്നുണ്ട്. എനിക്കതിലൂടെ കടന്നു പോകേണ്ടി വരും. എൻ്റെ ആ സുന്നത്ത് നോമ്പ് കൊണ്ട് അല്ലാഹു എനിക്ക് ഹിദായത്ത് തന്നു. എനിക്കിപ്പോ മോഷണമൊന്നുമില്ല, ഞാൻ എല്ലാവർക്കും തിരിച്ചു കൊടുത്തു. ഞാനിപ്പോ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുകയാണെന്ന് മഹാനായ സുഹൈൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ കഥ. സുബ്ഹാനല്ലാഹ്. മാറ്റം വരാനൊക്കെ അങ്ങനെ ഏത് കുരുത്തക്കേടിലും. അതുകൊണ്ടാണ് ഈ ചെക്കന്മാർ ഈ ടൈറ്റ് ജീൻസും ടീഷർട്ടും എടുത്ത് അവർ വല്ല ഹിപ്പികളാന്നൊക്കെ തോന്നി ചിലപ്പോൾ കണ്ടായിക്കോട്ടെ. ചിലപ്പോൾ ഈമാനൊക്കെ കൽബിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഓൻ്റെ കൂട്ടുകാരൊക്കെ കുരുത്തക്കേടുള്ളത് കൊണ്ടും ആ കൂട്ടത്തിൽ പെട്ടതായിരിക്കും. എങ്ങാനും വല്ല രാത്രി സമയത്ത് ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരുണ്ടാവും. നമ്മൾ ഈ പാൻറ്റും കുപ്പായം കണ്ടിട്ടൊന്നും ആളെ നിസ്സാരപ്പെടുത്തരുത്. അങ്ങനെയാണ്. അവരിലൊക്കെ നല്ല ഈമാനുള്ളവരുണ്ടാവും. ഞാൻ ആലോചിച്ചു പോവുക, നമ്മുടെ ചെറുപ്പക്കാർ ജീവിക്കുന്ന ലോകം ഉസ്താദുമാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മളാണ് അവർ ജീവിക്കുന്ന ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഈമാൻ നമുക്കുണ്ടോ? എനിക്കെൻ്റെ കാര്യം പേടി, എൻ്റെ കാര്യം പറയട്ടെ. തിന്മകൾക്കുള്ള അങ്ങനെ ഒരു എക്സ്പോസർ, തിന്മക്ക് എന്ത് വേണമെങ്കിലും അതിന് ആക്സസിബിലിറ്റി അവർക്കുണ്ടായിരിക്കെ തിന്മ ചെയ്യാതെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഈമാൻ എനിക്കുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് എത്രയോ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അള്ളാഹുവിനെ തഖ്വ എന്തെങ്കിലും ഒരു അമൽ കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയേക്കും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. അല്ലാഹു തആല പറയാണ്, നിങ്ങളോട് അദ്ൽ നീതി ചെയ്യാൻ, ഇഹ്സാൻ ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുന്നു. പിന്നെ പറഞ്ഞു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ, ബന്ധുക്കൾക്ക് കൊടുക്കണം എന്നും അല്ലാഹു പറയുന്നു. ബന്ധുക്കൾക്ക് നൽകാൻ അല്ലാഹു പറയുന്നു. ആരാ ദിൽ ഖുർബ? ബിർറ ഉമ്മക വ അബാക വ ഉഖ്തക വ അഖാക ഫഅദ്നാക ഫഅദ്നാക. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ബിർറ ഉമ്മക, ഉമ്മയോട് നന്മ ചെയ്യണം, വ അബാക, വാപ്പയോട് നന്മ ചെയ്യണം, വ ഉഖ്തക വ അഖാക, സഹോദരിയോട് നന്മ ചെയ്യണം, സഹോദരനോട് നന്മ ചെയ്യണം, ഫഅദ്നാക ഫഅദ്നാക, പിന്നെ അവരോടടുത്തവർ, അവരോടടുത്ത ബന്ധമുള്ളവർ, അങ്ങനെ നിന്റെ കുടുംബക്കാർക്ക് നന്മ ചെയ്യണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ തൽഹ റളിയല്ലാഹു അൻഹു വലിയൊരു തോട്ടം അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തപ്പോ, ലഅഹാ ഹൈതു ശിഅത യാ റസൂലല്ലാഹ്, നബിയേ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ,
നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് കൊടുക്കുന്നവരെ നന്മ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ വഅഹബ്ബൽ ബിഖാഇ ഇലയ്യ ബൈറഹാ വഅഹബ്ബ മാലി ഇലയ്യ ബൈറഹാ, നബിയേ എനിക്ക് ഇഷ്ടപ്പെട്ട സമ്പത്ത് എൻ്റെ ബൈറഹ എന്ന പേരുള്ള തോട്ടമാണ്, അത് നിങ്ങൾക്ക് സ്വതഖയാണ് നബിയേ, അങ്ങ് ഇഷ്ടമുള്ളിടത്ത് വെച്ചോളൂ നബിയേ. ഇത് പറഞ്ഞപ്പോ അബൂ തുൽഹ, നിങ്ങളുടെ ബന്ധുക്കൾക്ക് കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം, നിങ്ങളുടെ മൂത്താപ്പമാരുടെ മക്കൾ ദാരിദ്ര്യമുള്ളവരുണ്ടല്ലോ അവർക്ക് കൊടുത്തേക്കണം നബിയേ, ഞാൻ അവർക്ക് കൊടുത്തേക്കാം, അത് അങ്ങായിട്ടൊന്ന് തുടങ്ങി തരണം, അങ്ങൊന്ന് വ്യവഹരിച്ചു വെച്ച് തന്നാൽ ഞാൻ കൊടുത്തേക്കാം നബിയേ. കുടുംബക്കാർക്ക് കൊടുക്കണമെന്ന്, ബന്ധുക്കൾക്ക് നൽകണമെന്ന്. ഏറ്റവും വലിയ അത്ഭുതം, ബന്ധുക്കൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുതെന്നാ, ബന്ധുക്കൾക്ക് കൊടുക്കണം എന്നാ, പക്ഷെ ബന്ധുക്കളുടെ അവകാശമാണെന്ന് വിചാരിച്ച് നടക്കരുത്, അതാണ് വിഷയം. ലാ തകൂനു കല്ലൻ, നിങ്ങൾ ആളുകൾക്ക് ഭാരമായി മാറരുത് എന്നാണ്. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഭാരം തോന്നണ്ട. എന്നെപ്പോൾ ആൾക്കാർ നോക്കിയിട്ട് വേണ്ടി ഒരു അല്ല, ഇയാൾക്ക് ജീവിക്കാനുള്ളത് അയാളടുത്തുണ്ട്, ഇങ്ങനെ തോന്നണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അയാളൊരു പച്ചപ്പാവറപ്പേ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അയാളെ കാര്യം പോക്കാണ്, അങ്ങനെ ആവരുത്. അള്ളാഹിനോട് ചോദിക്കണം, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക, പടച്ചോനെ ഹലാൽ കൊണ്ട് ഐശ്വര്യം എന്താ റബ്ബേ, ഹറാമിന്റെ പൈസ തരല്ലേ. വബിതാഅതിക അൻ മഅസിയതിക, അല്ലാഹുവേ തിന്മ ചെയ്യാതെ നന്മ ചെയ്യാൻ തൗഫീഖ് താ റബ്ബേ. വബിഫദ്ലിക അമ്മൻ സിവാ, നീയായിട്ട് തരുന്ന ഔദാര്യം താ റബ്ബേ, മറ്റാരിൽ നിന്നും വേണ്ട, നീ എനിക്ക് തരണം പടച്ചവനെ. ഇത് റബ്ബിനോട് ചോദിച്ചു നോക്കി, അല്ലാഹു വഴി എളുപ്പാക്കി തരും. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. ഐശ്വര്യം തരാൻ, അല്ലാഹു സമ്പത്ത് തരാൻ, സമ്പത്തിൽ ബർക്കത്ത് തരാൻ, യാചന വരാതിരിക്കാൻ ഒക്കെ ശ്രദ്ധിക്കണം. നബി തങ്ങൾ പറഞ്ഞു, ഈതാഇദിൽ ഖുർബാ, ഈതാഇദിൽ ഖുർബാ, ബന്ധുക്കൾക്ക് കൊടുക്കണമേ, ബന്ധുക്കൾക്ക് നൽകണം. നമ്മുടെ ജീവിതത്തിനിടയിൽ മാതാപിതാക്കളെ മറന്നു പോവല്ലിൻ. മാതാപിതാക്കളുടെ കടമയും ബാധ്യതകളും ഒക്കെ ഒരുപാട് വാഴ്ച നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ അതിലേക്ക് കടക്കല്ല. അവരോടൊപ്പം പറഞ്ഞ വിഷയമാണ് വ ഉഖ്തക വ അഖാക, സഹോദരിയെ നോക്കണം, സഹോദരനെ നോക്കണം. എത്രയോ ഗൾഫുകാരായ ആളുകൾ വർഷങ്ങളോളം 30, 35 കൊല്ലം 40 കൊല്ലൊക്കെ ഗൾഫിൽ നിന്നിട്ട് എന്താ സമ്പാദിച്ചത്? ഒന്നുമില്ല. പെങ്ങന്മാരെ കല്യാണം കഴിച്ചു, അത്ര തന്നെ. പിന്നെന്തേ 3-4 പെൺകുട്ടികളുടെ ഓലൊക്കെ കല്യാണം കഴിഞ്ഞ് പോന്നു. ഇപ്പൊ എത്ര വയസ്സായി? 60-65 വയസ്സായി. ഇപ്പൊ കുറെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. അത്രന്നെ ഉള്ളൂ. എന്താ സമ്പാദിച്ചത്? ഒന്നുമില്ല. കുട്ടികളെ കെട്ടിച്ചു, സ്വന്തം മക്കളെ അല്ലെങ്കിൽ പെങ്ങന്മാരെ കെട്ടിച്ചു. അബ്ശിറു, സന്തോഷിച്ചോളൂ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ സംഭവിച്ചവർ സന്തോഷിച്ചോളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ കാനത് ലഹു 3 ബനാതിൻ ഔ അഖവാതിൻ, 3 പെൺകുട്ടികളോ 3 സഹോദരിമാരോ ഒരാൾക്കുണ്ടാവുകയും അവരെ ശരിക്ക് വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുന്ന ലഹു സിത്റൻ മിനന്നാർ, നരകത്തിൽ നിന്നവർ മറയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികളെ പറ്റി ഒരുപാട് ഹദീസ് വന്നു. അതേ കൂട്ടത്തിൽ തന്നെ ഔ അഖവാതിൻ, സഹോദരിമാർ. സന്തോഷല്ലേ? സഹോദരിമാരെ നോക്കിയിട്ടുണ്ട്, പെങ്ങന്മാരെ നോക്കിയിട്ടുണ്ട്, പെൺകുട്ടികളെ നോക്കിയിട്ടുണ്ട്. 3 പെൺകുട്ടികളൊക്കെ ഒരാൾക്കുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് സ്വർഗത്തേക്കുള്ള വലിയൊരു വാതിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അത് കുട്ടി അടക്കണ്ട, വലിയൊരു വാതിൽ. ഒരു പെണ്ണിന്, ഒരു പുരുഷന്, ഒരു വാപ്പാക്ക് ആദ്യം ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ മഹാനായ വാസിലത്ത് ബിനുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു പറയുന്നു, മിൻ യുംനിൽ മർഅ, ഒരു പെണ്ണിന് ലഭിക്കുന്ന വലിയ സൗഭാഗ്യമാണ് ആദ്യം ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാവുക എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണ്, അത് ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണെന്ന്. എന്റെ കാരണം എന്നറിയോ? ഖുർആൻ പറഞ്ഞത് ആദ്യം പെൺകുട്ടികളെ കൊടുക്കുന്നവർ യഹബു ലിമൻ യശാഉ ഇനാഥ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും. കല്യാണം കഴിച്ച് അവരൊരുമിച്ച് ജീവിച്ചാലൊന്നും കുട്ടികളുണ്ടാവണമെന്നില്ല. ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കുട്ടികളെ കൊടുക്കും, പെൺകുട്ടികളെ. ചിലർക്ക് ദുഖൂറ, അല്ലാഹു ആൺകുട്ടികളെ കൊടുക്കും. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാഥ, ചിലർക്ക് ആൺകുട്ടികളെ കൊടുക്കും, പെൺകുട്ടികളെ കൊടുക്കും. വയജ്അലു മൻ യശാഉ അഖീമാ, ചില ആളുകൾക്ക് മക്കൾ പോലും ജനിക്കാത്തവരായി. എത്ര ചികിത്സിച്ചിട്ടും കാര്യമില്ല. അവർ കൊടുങ്ങല്ലൂർക്ക് പോകുന്നുണ്ട്, അല്ലേ, ബേബി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, മറ്റു ഒരുപാട് സ്പെഷ്യലൈസ് ചെയ്ത ഗൈനക്കോളജിസ്റ്റുകളെ കാണുന്നുണ്ട്. പക്ഷേ കുട്ടികളാവണില്ല. വിഷമിക്കണ്ട, അതിൽ അല്ലാഹു ഖൈർ വെച്ചിട്ടുണ്ടാകണം. സമാധാനിക്കണം.
നിങ്ങൾക്ക് ആർക്കെങ്കിലും 3 സഹോദരിമാരോ 3 പെൺമക്കളോ ഉണ്ടെങ്കിൽ അവർ കാരണം സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴിയുണ്ട്, നരകത്തിൽ പോകാതിരിക്കാൻ അള്ളാഹു മറവച്ചു തരും. ഇത് 3 ആൺകുട്ടികളെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. അത് സർവ്വ പുരുഷാരെ പറ്റി നിർത്തിയിട്ട് ഞാൻ പറയാം, നമ്മളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞ പെൺകുട്ടികൾ ഹസനാതുൻ തുസാബൂന അലൈഹ, പെൺകുട്ടികൾ നന്മകളാണ്, നന്മക്ക് കൂലി കിട്ടും. ആൺകുട്ടികൾ നിഅമതാണ് തുസ്അലൂന അൻഹ, അതിനെപ്പറ്റി നാളെ ചോദ്യമുണ്ട് ആൺകുട്ടികളെ പറ്റി. നീ എന്താ എൻ്റെ ആൺകുട്ടികളെ കാണിച്ചത്? 4 മക്കളുണ്ടായിട്ട് ഒരാളെ നീ ഹാഫിളാക്കിയോ ആലിമാക്കിയോ ദീനിനെ പഠിപ്പിക്കാൻ വിട്ടോ? അള്ളാഹ് ചോദ്യം ചോദിക്കും. അപ്പോ ഇവരൊക്കെ നോക്കി വളർത്തുന്നത് കൂലിയാണ്, പ്രതിഫലമാണ്. ജീവിതകാലം റബ്ബേ എൻ്റെ കൂട്ടുകാരൊക്കെ 4-5 കൊല്ലം ജോലി ചെയ്തിട്ട് പെരിന്തൽമണ്ണയിൽ അത് വാങ്ങിച്ചു, മണ്ണാറക്കാട് ഇത് വാങ്ങിച്ചു, എനിക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ റബ്ബേ, എനിക്ക് എൻ്റെ പെങ്ങന്മാരെ കെട്ടിച്ചയച്ചപ്പോഴേക്കും എൻ്റെ കാലം കഴിഞ്ഞല്ലോ എന്ന് സങ്കടപ്പെടല്ലേ. ആ സങ്കടം കൊണ്ട് നിങ്ങൾ ചെയ്ത വലിയ നന്മ നഷ്ടമായേക്കും. സങ്കടപ്പെടല്ലേ, നിങ്ങൾക്ക് കൂലിയുണ്ട്. 3 പെങ്ങന്മാരുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, 2 ആണെങ്കിലോ? മതി 2. അവർ പറഞ്ഞു 1 ആണെങ്കിലോ എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് തോന്നിപ്പോയി, പക്ഷേ ഞങ്ങൾ ചോദിച്ചില്ല. കൂലിയുണ്ട്. സഹോദരനെ സഹോദരിയെ മാതാപിതാക്കളെ വല്യമ്മമാരെ ചികിത്സിക്കുന്നത്, അവർക്ക് ചികിത്സിക്കാൻ വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നത്, ആശുപത്രിയിലേക്ക് അവരെ കൊണ്ട് നടക്കുന്നത്, ഡോക്ടറെ അടുത്ത് പോയി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്, അവിടെ ചെന്ന് ചൂടെടുത്തിരിക്കുന്നത്, ഭക്ഷണം കഴിക്കാതെ വിശന്ന് ദാഹിച്ച് ഉറക്കമൊഴിച്ച് ഹോസ്പിറ്റലുടെ വരാന്തകളിൽ കഴിയുന്നത് മുഴുവനും നന്മയായി റെക്കോർഡ് ചെയ്യപ്പെടാൻ പോകുന്ന വലിയ നന്മകളാണ്, ഹസനാത്തുകളാണ്. നഷ്ടപ്പെടുത്തി കളയലിൻ. ബന്ധുക്കളെ നോക്കിൻ, ബന്ധുക്കൾക്ക് നന്മ ചെയ്യിൻ. ഒരുപാട് സ്വതക്ക ചെയ്യുന്ന കൂട്ടത്തിൽ സ്വന്തം കുടുംബക്കാർക്ക്, രക്തബന്ധമുള്ള ആളുകൾക്ക്, blood is thicker than water, വെള്ളത്തെക്കാളും കട്ടിയുള്ളത് രക്തത്തിനാണെന്ന ഇംഗ്ലീഷുകാരന്റെ പ്രൊവർബ് അതാണ്. കുടുംബ ബന്ധം, അതിന് വല്ലാത്ത കൂലിയുണ്ട്. കുടുംബ ബന്ധം വല്ലാതെ സൂക്ഷിക്കണമെന്നാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മക്കയിൽ താമസിക്കുമ്പോൾ ഉണ്ടായ വലിയൊരു രസകരമായ അനുഭവം, രസകരമല്ല പേടിപ്പിക്കുന്ന അനുഭവം. മക്കയിൽ ഒരു അജമിയായ ഒരു മനുഷ്യൻ, അയാൾ വന്നത് എവിടെയാണെന്നറിയില്ല, അറബ് സംസാരിക്കാത്ത ഒരു രാജ്യത്ത് നിന്ന്, ഒരുപക്ഷെ മഗ്രിബിൽ നിന്ന്, മൊറോക്കോയിൽ നിന്നാവാം, അതല്ലെങ്കിൽ പേർഷ്യയിൽ നിന്നാവാം, എത്യോപ്യയിൽ നിന്നാവാം. ഒരു അജമിയായ ആൾ മക്കയിലേക്ക് വന്നു. അവിടെ 2 വർഷമായി അവിടെ കഅബയുടെ തവാഫ് മതാഫിൽ രാത്രി പാതിരാ സമയത്ത് എല്ലാവരും പോയി കിടന്നുറങ്ങിയാലും തവാഫ് ചെയ്യുന്ന ഒരു മഹാനെ കണ്ടു. ആ മതാഫിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരാൾ, അറബി അറിയില്ല അയാൾക്ക്, മക്കയിൽ സ്ഥിരതാമസക്കാരനായിട്ടുണ്ട്, 2 വർഷമായി പരിചയമുണ്ട്. അങ്ങനെ ഒരു പരിചയം കണ്ടപ്പോ അദ്ദേഹത്തിനോട് അടുപ്പം തോന്നിയ ഒരു സ്വാലിഹായ മനുഷ്യന്റെ കഥ നമ്മുടെ ആലിമീങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇടപെട്ടിട്ടുള്ള ഒരു സംഭവം. ഈ സ്വാലിഹായ ആള് ഇയാളെ കണ്ടപ്പോ 2 വർഷമായി ഹറമിലുള്ള ഈ ജീവിതം കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു യാത്ര പോകേണ്ടി വന്നപ്പോ അദ്ദേഹം തന്റെ സമ്പത്ത്, സ്വർണ്ണ നാണയം ഇയാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഹറമിൽ ജീവിച്ച ഒരാളാണ് അദ്ദേഹം. 2 വർഷമായിട്ട് അവിടെ തവാഫിൽ അദ്ദേഹത്തിന്റെ ഇബാദത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തോന്നി ഇയാൾ വിശ്വസ്തനാണ്. അങ്ങനെ അയാൾ വിശ്വസ്തനായിരുന്നു താനും, കേട്ടോ, സംശയമില്ല. അത് ഈ സ്വാലിഹായ ആള്, മക്കക്കാരനായ ആ നാട്ടുകാരനായ ഒരു നല്ല മനുഷ്യൻ യാത്ര പോയപ്പോ ഈ അജമിയായ അറബ് നാടല്ലാത്തിടന്ന് വന്ന ആളുടെ കയ്യിൽ തന്റെ സ്വർണ്ണ നാണയങ്ങൾ മുഴുവനും കൊടുത്ത് അദ്ദേഹം യാത്ര പോയി. യാത്ര കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ഇയാളെ കാണാനില്ല. അല്ലാഹ്, ആലോചിച്ച് നോക്കുമ്പോൾ ഇയാൾ മരിച്ചിട്ടുണ്ട്. പടച്ചോനെ, എന്റെ പൈസ നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ. ഇദ്ദേഹത്തിന്റെ മക്കളോട് ചോദിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, വാപ്പ എവിടെയാണ് വെച്ചതെന്ന് അറിയില്ല. അന്ന് അങ്ങനെയാണ്, അറിയാത്തത് കൊണ്ട് തന്നെ അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. സങ്കടമായി ഇയാൾക്ക്. റബ്ബേ, എന്റെ സമ്പാദ്യം മുഴുവൻ പോയല്ലോ റബ്ബേ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മക്കയിൽ താമസിക്കുന്ന കാലം അവരെ കണ്ടപ്പോൾ പറഞ്ഞു, യാ ഇമാം, വല്ലാത്ത വിഷമമുണ്ട് എനിക്ക്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇങ്ങനെയാ സംഗതി, എന്റെ പൈസ ഒക്കെ ഞാൻ ഒരാളെ ഏൽപ്പിച്ചു പോയി, അയാൾ മരിച്ചുപോയി, മക്കളും ഒന്നും അറിയില്ല എന്നാ അവർ പറയണത്, ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു. അതിന് പോം വഴിയുണ്ട്. എന്താണെന്നറിയോ? കഅബാലയത്തിന്റെ പരിശുദ്ധമായ റുക്നുൽ യമാനിയുടെ അല്ലാഹുവിന്റെ ഹജറുൽ അസ്വദ് കിടക്കുന്ന ആ മൂലക്കിടയിൽ പാതിരാത്രി സമയം ആരാരുമില്ലാത്തൊരു നേരം കിട്ടിയാൽ, ആരാരും രാത്രി ഇല്ലാത്ത ഒരു നേരത്ത് റുക്നുൽ യമാനിയുടെ ആ ഒരു ചുമരുകൾക്കിടയിൽ പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെ ആ ഭാഗം വരെ ഒരു മനുഷ്യനുമില്ലാതെ ഒരു നേരം രാത്രി നിങ്ങൾക്ക് ലഭിച്ചാൽ,
ഫഇന്ന അർവാഹൽ മുഅ്മിനീന തജ്തമിഉ ഹുനാക്. മുഅ്മിനീങ്ങളായ ആളുകളുടെ ആത്മാവുകൾ, മരിച്ചുപോയവരുടെ റൂഹുകൾ അവിടെ ഒരുമിച്ച് കൂടുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്ന് പാതിരാത്രി സമയം നിങ്ങൾ യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്നവന്റെ മകനെ എന്ന് ഇയാളുടെ പേരെന്ന് വിളിച്ചു നോക്കുക. അയാൾ മുഅ്മിനീങ്ങൾപ്പെട്ട ആളാണെങ്കിൽ അയാളോട് ചോദിക്കിൻ, എവിടെയാണ് എന്റെ പൈസ എന്ന് ചോദിക്കിൻ. അയാളത് പറഞ്ഞു തരും, നിങ്ങൾക്ക് വിവരം തരും. ഇതാരാ പറഞ്ഞത്? മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു. അവിടെ ഒന്നും ശിർക്കും കുഫറും വന്നിട്ടില്ല. അതാണ് അത്ഭുതം. അവിടെ ചോദിച്ചു നോക്കിൻ, വിവരം കിട്ടും. അർവാഹുകൾ അവിടെ സംസാരിക്കും, വിവരം കിട്ടും. ഇത് റുക്നുൽ യമാനിയുടെ ഭാഗത്താണ് കിട്ടുന്നത്. ആരാരുമില്ലാത്തൊരു നേരം കിട്ടൂല. രാത്രിയും പാതിരാത്രിയും ഒക്കെ ഹറമിന്റെ അടുത്ത് തിരക്കാണ്. അവിടെ മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ വരാറുണ്ട്. അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് സൂക്ഷിച്ചതെന്ന് അയാൾ പറഞ്ഞു തരും. അങ്ങനെ കാത്തുന്നു. ഒരു ദിവസം കിട്ടി. അന്ന് വിളിച്ചു, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, എന്റെ പൈസ എവിടെ ഞങ്ങൾ കൊണ്ടുപോയി വെച്ചത്? ഒരു വിവരമില്ല. യാ മാലിക് ഇബ്നു ദീനാർ, ഞാൻ വിളിച്ചു പറഞ്ഞു, കിട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മനുഷ്യൻ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വിവരം ലഭിക്കണമായിരുന്നു. അയാൾ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്ക് പോയി കാണണം. അങ്ങനെയെങ്കിൽ യമനിലെ പ്രസിദ്ധമായ ബഹ്റൂച്ച് എന്ന് പറയുന്ന കിണറിന്റെ അരികത്ത് പോകണം. യമനിലേക്ക് യാത്ര യമനിലെ ബഹ്റൂച്ച് എന്ന് പറയുന്ന ആ കിണറിന്റെ വക്കിൽ പോയി നിന്നാൽ മുഅദ്ദബീങ്ങളായ അർവാഹുകൾ, ശിക്ഷിക്കപ്പെടുന്ന അർവാഹുകൾ അവിടെ ഒരുമിച്ച് കൂടുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു അവിടെ പോയിട്ടൊന്ന് വിളിച്ചു പറയും. അവിടെ ആളുണ്ടെങ്കിൽ പറഞ്ഞു തരും. യമനിലേക്ക് യാത്ര പോയിട്ട് അവിടെ വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് കിണറിന്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ അയാളെ ഫുലാൻ ഇബ്നു ഫുലാൻ, അയാളുടെ പേര് വിളിച്ചപ്പോൾ ലബ്ബൈക് എന്ന മറുപടി ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചു, എന്റെ പൈസ എവിടെയാണ്? അയാൾ പറഞ്ഞു, നിങ്ങളുടെ പൈസ കിടക്കുന്നത് ഇന്നാലിന്ന എന്റെ വീടിന്റെ ഇന്ന മൂലയിൽ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്, അവിടെ ഉണ്ട്, പോയാൽ കിട്ടും. പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, നിങ്ങൾ ശിക്ഷിക്കപ്പെടാൻ മാത്രം ഇവിടെ എങ്ങനെ വന്നു പെട്ടു? നിങ്ങളുടെ റൂഹ് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എന്ത് പറ്റി നിങ്ങൾക്ക്? അയാൾ പറഞ്ഞു, ആ കഥയൊന്നും പറയണ്ട. എനിക്കൊരു സഹോദരിയുണ്ട്. എന്റെ അജമ നാടിൽ ഞാൻ ഉപേക്ഷിച്ചു പോന്ന എന്റെ നാട്ടിൽ എനിക്കൊരു സഹോദരിയുണ്ട്. ആ സഹോദരിയോട് ഞാൻ ഉണ്ടായിരുന്നില്ല, അവളെ ഞാൻ സഹായിക്കുമായിരുന്നില്ല. അവൾക്ക് ഭക്ഷണവും വെള്ളവുമില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ ഇബാദത്തുമായി കൂടുകയായിരുന്നു. അങ്ങനെ ഇബാദത്തിൽ കൂടി എന്റെ പെങ്ങളെ മറന്നുപോയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണിത്. നിങ്ങൾ എന്റെ പെങ്ങളോടൊന്ന് പോയി പറയണം, എന്റെ കുറച്ച് സ്വത്തുമുണ്ട് തൊട്ടരികത്ത്, അത് നിങ്ങളൊന്ന് മാന്തിയെടുക്കണം. ആ സ്വത്തിൽ നിന്നും നിങ്ങൾ എടുത്തുകൊണ്ടുപോയി പെങ്ങൾക്ക് കൊടുക്കണം. പെങ്ങളോട് പറയണം, അങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ, അങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാൻ പറയണേ. ഈ അദാബിൽ നിന്ന് അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയേക്കും. കഅബാലയത്തിന്റെ മുമ്പിൽ 2 വർഷമായി നിരന്തരം ഇബാദത്ത് ചെയ്തിരുന്ന ഒരു മനുഷ്യന്റെ ചരിത്രമാണ് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇടപെടുന്നത്. നാട്ടിലേക്ക് പോയി പെങ്ങളോട് ചെന്ന് വിഷയം പറഞ്ഞു. ആ പെങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ മനുഷ്യൻ തന്റെ സ്വത്തിൽ നിന്ന് പോലും പെങ്ങൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരന് മാപ്പ് ചെയ്തു കൊടുക്കിൻ. സംരക്ഷണത്തിന് ഭർത്താവില്ലാത്തൊരു പെങ്ങളാണത്. നോക്കാൻ മക്കളില്ലാത്ത, ഭർത്താവില്ലാത്തൊരു പെങ്ങൾ. ആ പെങ്ങളെ നോക്കേണ്ടിയിരുന്ന ആളാണ് ഇയാൾ. നോക്കാതെ ആ പെണ്ണിനെ കട്ടപ്പെടുത്തിയതിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയായിരുന്നു അത്. വആതിദിൽ ഖുർബാ ഹഖ്ഖഹ്, ബന്ധുമിത്രാദികളെ നോക്കിക്കോളിൻ. കൊല്ലാകൊല്ലം ഉംറക്ക് പോകുന്ന ആൾക്കാർ ആലോചിച്ച് നോക്കണം, കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടോ? അവർക്കാണ് പൈസ കൊടുക്കേണ്ടത്. ഒരു ഉംറ ചെയ്തില്ലേ, ആ പ്രയാസമുള്ളവരെ സഹായിക്കും. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ. ബന്ധുക്കളെ ശ്രദ്ധിക്കണം, അവർക്ക് കൊടുക്കണം, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണമെന്നും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും ഇഹ്സാൻ ചെയ്തുകൊണ്ട് ജീവിക്കണം. ഖുർആനിലെ ഏറ്റവും നല്ലത് സ്വീകരിക്കണം. അല്ലാഹു നിങ്ങളെ കാണുന്ന പോലെ ജീവിക്കണം. നീതി ചെയ്യണമേ എന്നും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. നിങ്ങളോട് അരുതെന്ന് പറയുന്നു. അനിൽ ഫഹ്ശാ, നിങ്ങൾ തോന്നിവാസങ്ങൾ ചെയ്യരുത്.
ചില തെറ്റുകളൊക്കെ അള്ളാഹു എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുതരും, ചിലതിന്റെ കാരണം പറഞ്ഞുതരും, ചിലതിന്റെ കാരണം പറഞ്ഞുതരൂല. അതിൽ കാരണം പറഞ്ഞു തരാത്ത ചില വിഷയങ്ങളിൽ പെട്ടതാ പന്നി മാംസം തിന്നുന്നത്. കാരണം പറഞ്ഞു തന്നിട്ടില്ല. വ്യഭിചാരത്തിന്റെ വിഷയവും അങ്ങനെയാണ്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. അത് ഫാഹിഷയാണ്, അത്രയേ ഖുർആൻ പറഞ്ഞത്. അത് നസ്ലിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഒക്കെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്, ഉലമാ വിശദീകരിക്കാറുണ്ട്, അതിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാറുമുണ്ട്. പക്ഷേ വ്യഭിചരിക്കാതിരിക്കുന്നത്, വ്യഭിചാരത്തിൽ മക്കൾ ജനിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞിരുന്നത് എങ്കിൽ കുട്ടികൾ ഉണ്ടാവാത്ത രീതിയിൽ വ്യഭിചരിക്കാൻ ആളുകൾക്ക് ഇന്ന് കഴിയുമല്ലോ? അള്ളാഹു അത് പറഞ്ഞിട്ടില്ല. എന്തേ? അത് മോശമാണ്. എന്തിനാണ് അള്ളാഹ് അങ്ങനെ പറഞ്ഞെന്നറിയോ? ഇസ്ലാം സമർപ്പണം അള്ളാഹുവിന് കിട്ടാനാണ്. സമർപ്പിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് തിരിയുന്നതും തിരിയാത്തതും ഞാൻ അംഗീകരിക്കണം. അതാണ് ഇസ്തിസ്ലാം. അതാണ് അള്ളാഹുവിന് ഞാൻ സമർപ്പിച്ചു, എനിക്ക് തിരിഞ്ഞോ ഇല്ലേ ഈ വിഷയമല്ല. അള്ളാഹ് എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യൂല, അള്ളാഹ് എന്നോട് പറഞ്ഞു ചെയ്യണം, ഞാൻ ചെയ്യാൻ. ഇതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഹജ്ജ്, ഈമാൻ, ഇസ്ലാമിൻ കാര്യങ്ങളിൽ തത്തിമ്മത്താണ്, അവസാനമായി പൂർത്തിയാകുന്ന വിഷയമാണ് ഹജ്ജ്. അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്തെന്നറിയോ? നിസ്കരിക്കുന്നതിന് ചിലക്ക് കാരണം പറഞ്ഞേക്കാൻ പറ്റിയേക്കും. അത് യോഗാഭ്യാസം ഉണ്ടല്ലോ, എന്നാ പിന്നെ നമുക്ക് നിസ്കാരായിക്കോട്ടെ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, വേറെ വിഷയം. നോമ്പെന്തിനാ? പിന്നെ നമ്മൾ എന്തായാലും ഡയറ്റാണ്, നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തേ പറ്റൂ. എന്നാ പിന്നെ ഷുഗറും ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഭക്ഷണം കുറക്കുന്ന, പിന്നെ നോമ്പായിക്കോട്ടെ. അതൊന്നും നോമ്പിന്റെ കൂലി കിട്ടില്ല. സക്കാത്ത് കൊടുക്കാൻ ചില കാരണം തോന്നിയേക്കാം, നല്ലതല്ലേ സ്വതക്ക കൊടുക്കാൻ, ചാരിറ്റി കൊടുക്കല്ലേ, അൽഹംദുലില്ലാ സക്കാത്ത് ഞാൻ കൊടുത്തേക്കാം. ഹജ്ജ് പിന്നെ എന്തിനാ? ഹജ്ജ് എന്താ ഇപ്പൊ കഅബന്റെ ചുറ്റു പോയി തിരിയണത് 7 പ്രാവശ്യം? അള്ളാഹ് പറഞ്ഞു ചെയ്യാൻ. ഹാജർ ബീവി അന്ന് നടന്നിടത്ത് ഞാൻ എന്തിനു നടക്കണം? അള്ളാഹ് പറഞ്ഞു എന്നോട് ചെയ്യാൻ, അതുകൊണ്ട് ചെയ്യാൻ. എന്തിന് അറഫയ്ക്കും മുസ്ദലിഫയിലേക്കും? എന്തിനാണ് റമി, എന്തിനാണ് കല്ലേറ്? അള്ളാഹ് പറഞ്ഞു എന്നോട് ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് തിരിയാത്തതും ഞാൻ എൻ്റെ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ചെയ്യുകയാണ് എന്ന് പറയുന്ന ഇബാദത്താണ് ഹജ്ജ്. അപ്പോഴാണ് ഇസ്ലാം പൂർത്തിയാവുന്നത്. എനിക്ക് തിരിഞ്ഞതും തിരിയാത്തതും ഞാൻ അംഗീകരിക്കും. അപ്പോഴാണ് അബ്ദാകുന്നത്. അല്ലാഹു തആല ഇന്നത് ചെയ്യരുത് എന്ന് കാരണം പറഞ്ഞെന്നാൽ ആ കാരണം അറിയുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കാര്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരാ. നമ്മൾ അല്ലാഹുവിന് അടിമകളായിട്ടില്ല. അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്തു പറഞ്ഞോ കാരണം പോലും ചോദിക്കാൻ പാടില്ല. ഞാൻ എന്തിനാ അത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. ലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. അത് മോശമാണ്, ഫഹ്ശയിലേക്ക് നിങ്ങൾ പോവരുതേ എന്ന് ഹാറൂൻ റഷീദിന്റെ ഭാര്യ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. ഹാറൂൻ റഷീദിന്റെ ഭാര്യ ഒരുപാട് വ്യസനിച്ചുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. മഅ്മൂൻ എന്ന കുട്ടി ജനിച്ചുപോയ കഥ ആലോചിച്ചിട്ട്. അമീനും മഅ്മൂനും ഹാറൂൻ റഷീദിന്റെ മക്കളാണ്. ഇതിൽ അമീന് മാത്രമാണ് അവരുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച മോൻ. മഅ്മൂൻ അടിമ സ്ത്രീയിൽ നിന്ന് ജനിച്ച മോനാണ്. ആ മഅ്മൂനാണ് വലുതായി വന്നപ്പോൾ അമീനിനെ കഴുത്തറുത്ത് കൊന്നത്, അമീനിനെ വധിച്ചു കളഞ്ഞത് മഅ്മൂനാണ്. ഇത് കണ്ടപ്പോൾ കരഞ്ഞുപോയവരാണ് ഹാറൂൻ റഷീദിന്റെ ഭാര്യ. എന്തിനെ കരഞ്ഞതെന്നറിയോ? എന്തിനാണ് ഈ കരഞ്ഞതെന്നറിയുമോ? അന്നൊരിക്കൽ ഞാനത് എന്റെ ഭർത്താവിനോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ മഅ്മൂൻ എന്ന കുട്ടി ജനിക്കില്ലായിരുന്നുവല്ലോ. രണ്ടുപേരും ചെസ് കളിക്കുമായിരുന്നു. അതിന്റെ വിധിയും മസലയുമല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഹാറൂൻ റഷീദും ഭാര്യയും കൊട്ടാരത്തിൽ ചെസ് കളിക്കുകയാണ്. രണ്ടുപേരും ഒരു ബെറ്റ് വെച്ചു. ആരാണോ ജയിക്കുന്നത് ആ ജയിക്കുന്ന ആൾ എന്ത് പറഞ്ഞോ അത് തോറ്റാളെ സമ്മതിച്ചു കൊടുക്കണം. ഭാര്യയും ഭർത്താവുമാണ്, കൊട്ടാരത്തിൽ വേറെ ആരുമില്ല, അവര് ചെസ് കളിക്കുകയാണ്. ആദ്യത്തെ ജയം കിട്ടിയത് ഹാറൂൻ റഷീദിന്. ആദ്യത്തെ റൗണ്ടിൽ മൂപ്പര് ജയിച്ചു. ഞാൻ പറഞ്ഞത് കേൾക്കണം എന്നല്ലേ പറഞ്ഞേക്കോട്ടെ, പറഞ്ഞോളൂ. ഭർത്താവ് എന്ത് പറഞ്ഞോ കേട്ടേക്കണം. ഭാര്യ പറഞ്ഞാലും ഭർത്താവ് കേട്ടേക്കണം. എന്ന് ജയിച്ചത് ഭാര്യയായിരുന്നെങ്കിൽ രണ്ടുപേരുടെ കണ്ടീഷൻ ഷർത്ത് അങ്ങനെയാണ്. പക്ഷെ ജയിച്ചത് ആരാണ്? ഹാറൂൻ റഷീദാണ്. ഹാറൂൻ റഷീദ് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ നിന്റെ വസ്ത്രം മുഴുവനും അഴിച്ചു വെച്ച് നീ ഒന്ന് നടക്ക്, എനിക്കതൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഒരു ഭർത്താവിനത് ജായിസാണ്. സ്വന്തം ഭാര്യ വേറെ ആരും അവിടെ ഇല്ല, അവര് മാത്രമാണ്, അയാൾക്കത് കാണൽ ജായിസാണ്. പക്ഷേ പെണ്ണ് പറഞ്ഞു, അത് മാത്രം എന്നോട് പറയരുത്,
അത് മാത്രം നിങ്ങൾ എന്നോട് പറയരുത്. അത് പറ്റൂല. നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ അതാ. ഞാൻ പറഞ്ഞ നീ കേട്ടേ പറ്റൂ. ജയിച്ചു പോയത് ഞാനല്ല ജയിച്ചത്, ശരി, വേറെന്തെങ്കിലും പറഞ്ഞേക്കണം, ഇത് എന്നോട് പറയരുത്, എനിക്കതാണ് വേണ്ടത്, നീ നടക്കുന്ന് പറഞ്ഞു. എന്നോട് അതുമാത്രം പറയല്ലിൻ, മറ്റെന്തെങ്കിലും പറഞ്ഞേക്കണം, ഞാൻ ചെയ്തേക്കാം. ഭർത്താവല്ലാതെ മറ്റൊരാളും നോക്കാനോ കണ്ണിമ വെട്ടാനോ ഒരു കട്ടുനോട്ടം പോലും നോക്കാനോ മറ്റൊരാള് കൊട്ടാരത്തിലില്ലാത്ത അവസ്ഥയിൽ, ഒരു ഭർത്താവിന് ജായിസാകുന്ന അവസ്ഥയിൽ തന്റെ ഭാര്യയോട് വിവസ്ത്രയായി നടക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതെന്നോട് പറയല്ലിൻ, എന്നോട് പറയല്ലിൻ, അതെനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ പെണ്ണാണ് ഹാറൂൺ റഷീദിന്റെ ഭാര്യ. ആള് വിട്ടില്ല. ആ സമയത്ത് ഭർത്താവല്ലേ പറയുന്നത്, ഹറാമല്ലേ ചോദിച്ചത്, ഹലാല് തന്നെ, അവർക്ക് ഹലാലാണത് കാണാം. ഭാര്യയുടെ ശരീരം അവർക്ക് പൂർണ്ണമായും ഹലാൽ കാണാവുന്നത്. അങ്ങനെ വിവസ്ത്രയായി ഒരു ഓട്ടമോടി കൊട്ടാരത്തിന്റെ വരാന്തയിൽ, മേലെ വരാന്തയിൽ ഒരു ഓട്ടമോടി. ഭർത്താവല്ലാതെ ആരും അത് കണ്ടിട്ടില്ല. പക്ഷേ അതിന് ഭയങ്കര സങ്കടം തോന്നി അവർക്ക്. എന്തോ ഒരു സങ്കടം. ഒരു ബെഡ്റൂമിലുള്ള ഒരു ചിത്രമല്ല ഇത്. പുറം വരാന്തയിൽ, കൊട്ടാരത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വരാന്തയിലാണ് ഈ ഓടിയത്. തെറ്റൊന്നും ആയിരുന്നില്ല, പക്ഷേ നാണമുള്ള പെണ്ണാണ് അവരെ. വലിയ വിഷമം തോന്നി, എന്നോടത് ചെയ്യിച്ചല്ലോ എന്ന വിഷമം തോന്നി. ചെയ്തത് ഹറാമ് പോലുമല്ല, വിഷമം തോന്നി. പിന്നെയും ഒരു കളിയുടെ ഊഴം വന്നു. അന്നും ഊഴത്തിന് ഷർത്ത് വെച്ചു, ആരാണോ ജയിക്കുന്നത് അവര് പറയുന്നത് തൊറ്റാള് കേൾക്കണം. അങ്ങനെ കളിച്ചു. ആ കളിയിൽ ജയിച്ചത് ഹാറൂൺ റഷീദിന്റെ ഭാര്യയാണ്. ഭാര്യ ജയിച്ചു, ഭർത്താവ് തോറ്റു. അന്ന് തന്നോട് വിവസ്ത്രയായി ഓടാൻ പറഞ്ഞ അതിന് പകരം ചോദിക്കാൻ കാത്തിരിക്കുകയാണ് ഈ പെണ്ണ്. ഹാറൂൺ റഷീദിനോട് പറഞ്ഞു, നിങ്ങളുടെ അടിമ സ്ത്രീകൾ 1.5 നൂറ്റാണ്ടിൽ ഇങ്ങോട്ട് ലോകത്ത് നിന്ന് ഇല്ലാതെയായി എന്ന് ഉലമാ ഇജ്മാ ചെയ്ത സംഭവമാണ്. ഇന്ന് അടിമ സ്ത്രീകൾ ലോകത്തില്ല. അടിമ സ്ത്രീ എന്ന് പറഞ്ഞ സമ്പ്രദായം 1.5 നൂറ്റാണ്ടായിട്ട് ഇന്ന് ലോകത്ത് ഇല്ലാത്തൊരു സംഗതിയാണ്. അടിമ സ്ത്രീ ഉടമസ്ഥന് വിവാഹം ചെയ്യാതെ തന്നെ ജായിസാകുന്ന ഒരവസ്ഥയുണ്ട് ഇസ്ലാമിൽ. ജായിസാണ് അവർക്ക്. ഹാറൂൺ റഷീദിന്റെ അടിമ സ്ത്രീകളിൽ കാണാൻ ഒരു കോലവുമില്ലാത്ത അങ്ങേ അറ്റം വികൃത രൂപമുള്ളൊരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അവളെ വെൽക്കണമെന്ന് പറഞ്ഞു, അവളുമായി ശയിക്കണമെന്ന് പറഞ്ഞു. ഹാറൂൺ റഷീദ് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു, എനിക്കവളെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളത് ചെയ്തേ പറ്റൂ. എന്തിന്? അന്ന് തന്നോട് ആ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞതിന് പ്രതികാരം ചെയ്തതാണ്. അങ്ങനെ കുടുങ്ങിയിട്ട് ഹാറൂൺ റഷീദ് ആ അടിമ സ്ത്രീയെ പ്രാപിക്കുകയായിരുന്നു. ജായിസാണ്, ഹലാലാണ്. ആ അടിമ സ്ത്രീയിൽ നിന്ന് ജനിച്ച കുട്ടിയാണ് മഅ്മൂൻ എന്ന് പറയുന്ന കുട്ടി. അമീനും മഅ്മൂനുമുണ്ട്, ചരിത്രത്തിൽ കാണാൻ കഴിയും. ഈ മഅ്മൂൻ ഈ അടിമ സ്ത്രീയിൽ ഹാറൂൺ റഷീദിന് ജനിച്ച കുട്ടിയാണ്. ആ മഅ്മൂനാണ് അമീനിനെ രാജാധികാരം കിട്ടാൻ വേണ്ടി വധിച്ചു കളഞ്ഞത്. എന്നിട്ടും ആലോചിച്ചു പോയി, എന്റെ ഭർത്താവിനോട് അരിശം തീർക്കാൻ ഞാൻ അന്ന് ആ അടിമ സ്ത്രീയെ വേൾക്കാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ മഅ്മൂൻ ജനിക്കുമായിരുന്നില്ലല്ലോ. അവൻ ജനിച്ചിരുന്നില്ലെങ്കിൽ എന്റെ ചോരയിൽ പിറന്ന എന്റെ കുഞ്ഞ് അമീനിനെ അവൻ കൊല്ലുമായിരുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞൊരു ഉമ്മയുടെ ചരിത്രം മുസ്ലിം പെൺകുട്ടികൾ മനസ്സിലാക്കണം. ശരീരത്തിന്റെ പച്ചയിറച്ചി കാണിച്ച് അങ്ങാടിയിലൂടെ നടക്കുന്നവർ, ആണുങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന തെരുവുകളിൽ ഔറത്ത് കാണിച്ച് നടക്കുന്നവർ, ഒരു റൂമിന്റെ ഉള്ളിലോ ഭർത്താവിന്റെ സാന്നിധ്യത്തിലോ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹലാൽ എന്നെ കൊണ്ട് ആ ഹലാല് പോലും ചെയ്യാൻ കഴിയില്ലെന്നും നാണം കുടുങ്ങിയായിരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം മറന്നുപോയി. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവനും ഒരു നോട്ടം എന്നെ നോക്കട്ടെ എന്ന് അട്രാക്ഷന് വേണ്ടി ആർഭാടം കാണിക്കുന്ന വസ്ത്രവിധാനത്തിലൂടെ പച്ചയിറച്ചി കാണിച്ചു കൊടുത്തുകൊണ്ടും കാണിച്ചു കൊടുക്കാതെയുമായി വൈകാരികമായ നടത്തം നടക്കുന്ന പെൺകുട്ടികളെ ഫഹ്ശയിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്. പുരുഷന്മാരെ, ചെറുപ്പക്കാരെ ഫഹ്ശയിലേക്കാണ് വിളിക്കുന്നത്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാലിലുള്ള പാദസരം പോലും ഇളക്കി നിങ്ങൾ നടക്കല്ലേ. എന്തിനെ? നിങ്ങളുടെ ആഭരണങ്ങളുടെ അലങ്കാരം നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശബ്ദമുണ്ടാക്കി നടക്കരുത് കേട്ടോ. പരിശുദ്ധ ഖുർആൻ, അവരുടെ കാല് ചവിട്ടിക്കൊണ്ട് നടക്കരുതേ, ശബ്ദമുണ്ടാക്കി നടക്കരുതേ. കാലിന്റെ ഉള്ളിൽ കിടക്കുന്ന ആഭരണം കാണിച്ചു കൊടുക്കാൻ. പെണ്ണിനോട് അച്ചടക്കത്തോടെ ജീവിക്കാൻ പറയാണ് ഖുർആൻ. എന്തിനെന്നറിയോ? ഇവിടെ പിശാച് ഇടപെടരുത്. മനുഷ്യന്റെ ബുദ്ധി വർക്ക് ചെയ്യേണ്ട ലോകമാണിത്.
ബുദ്ധിയോടുകൂടെ മനുഷ്യനെ പറഞ്ഞയച്ച മനുഷ്യൻ ഈ ബുദ്ധി വികാരം മാത്രം ചിന്തിച്ചൊരു വികാര ജീവിയായി എപ്പോഴും വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയിൽ മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിച്ചു കളയല്ലേ. ഒരുപാട് നന്മ ചെയ്യാൻ വന്നവനാണ് നീ. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടക്കണം ഇവിടെ, ഒരുപാട് ഗവേഷണങ്ങൾ നടക്കണം, ഒരുപാട് സമൂഹത്തിന് ഉപകാരമുള്ള പദ്ധതികൾ നടപ്പാക്കണം. ഇതൊന്നും ചെയ്യാതെ മൃഗങ്ങളെ പോലെ വികാര ജീവിയായി നടക്കാനുള്ളവനല്ല മനുഷ്യൻ. അതുകൊണ്ട് ആണും പെണ്ണും അവരവരുടെ ശരീരം സൂക്ഷിക്കേണ്ടവരാണ്. ഫഹ്ശായിലേക്ക് വിളിക്കരുത്, തോന്നിവാസത്തിലേക്ക് വിളിക്കരുത്. وينهى عن الفحشاء والمنكر والبغي. തോന്നിവാസം നിങ്ങൾ ആരും ചെയ്യല്ലേ എന്ന് അല്ലാഹു പറയുന്നു. വൽഐനാനി തസ്നിയാനി വസിനാഹുമ النظر. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, നോട്ടം കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. വൽഉദ്നാനി തസ്നിയാൻ. ചെവികൾക്ക് വ്യഭിചാരമുണ്ട്, വികാരം ധ്വനിപ്പിക്കുന്ന വൈകാരികമായ കഥകൾ കേൾക്കുന്നത്. സീരിയലുകളിലും സിനിമകളിലും വൈകാരികത നടക്കുന്നത്, വൈകാരികതയുടെ ചിത്രങ്ങൾ, വൈകാരികത വിളിച്ചുകൂവുന്ന ഓഡിയോ, അതിന്റെ വീഡിയോ, ഇതൊക്കെ കേൾക്കുന്നതും കാണുന്നതും ഹറാമാണെന്ന് പരിശുദ്ധ ഖുർആനും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിക്കുകയാണ്. ഉമ്മത്തുകൾ അറിയണം. വയൻഹാ, അല്ലാഹു പറയാണ് നിങ്ങൾ ചെയ്യല്ല അനിൽ ഫഹ്ശാ. ആണും പെണ്ണും മോഡസ്റ്റ് ആയിട്ട് വസ്ത്രം ധരിക്കണം. അവര് മാന്യമായ വസ്ത്രവിധാനം നടത്തി ജീവിക്കേണ്ടവരാണ്. അവരെ വികാരം കാണിക്കാനോ ആളുകളുടെ നോട്ടം കിട്ടാനോ ആളുകളുടെ കമന്റ് കിട്ടാനോ നടക്കേണ്ടവരല്ല. ശുദ്ധ ഖുർആൻ പറയാണ്, എങ്ങാനും ഒരന്യ ആളോട് സംസാരിക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ ശബ്ദം മയക്കി സംസാരിക്കല്ലേ. എന്താ കാരണം? ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളുകളുടെ അസുഖം പുറത്തേക്ക് വരും. അതുകൊണ്ട് ശബ്ദമൊന്ന് കനപ്പിച്ചു പറഞ്ഞേക്കണം. വാപ്പ ഇവിടെ ഇല്ല, എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല എന്നല്ലാതെ നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വന്നതാണ്, ഈ തരത്തിലുള്ള പഞ്ചാര വാക്കുകൾ മോളെ നീ പറയല്ലേ. എന്തേ കാരണം? നിന്റെ പച്ചയിറച്ചി വേണമെന്ന ഒരു ചിന്ത പിശാച് ആ മനുഷ്യന്റെ കൽബിൽ ഇട്ടുകൊടുക്കും. അതില്ലാതിരിക്കാനും അള്ളാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടാനും വേണ്ടി നിർബന്ധമായ സാഹചര്യത്തിൽ ഒന്ന് ശബ്ദം പരുഷമായി സംസാരിക്കണം. എന്താണ്? സ്വന്തം ഭർത്താവിനോട് പരുഷായിട്ട് അന്യ ആൾക്കാരൊക്കെ ചോദിച്ചാൽ നല്ല സ്നേഹത്തില്, സുബ്ഹാനല്ലാഹ്, ആ ഭർത്താവിനോട് കൊടുക്കേണ്ട സ്നേഹം നാട്ടുകാർക്ക് വല്ല അസുഖം ഉണ്ടെങ്കിലും പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതല്ലേ നമ്മൾ നാട്ടിൽ നടക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണ്ടേ? വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരന് പോലും നിക്കാഹിന്റെ ഭാഗമായ ഒരു പെണ്ണിനെ കാണാൻ അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. എന്ത് കാണാൻ? ഇദാ അസമ, ആ പെൺകുട്ടിയെയാണ് അവൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ഏറെക്കുറെ ധാരണയും ഉറപ്പുമായി കഴിഞ്ഞാൽ അവളുടെ പുരയിൽ ചെന്നിട്ടോ അല്ലാതെയോ ഒരു നോട്ടം അവളെ കാണാൻ അനുവദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കാണേണ്ടത്? അൽ വജ്ഹു വൽ കഫൈനി, മുഖവും മുൻകൈയും. മേൽക്കൈ കണ്ടുകൂടാ, അവളുടെ പാദസരം കണ്ടുകൂടാ, അവളുടെ കഴുത്ത് കണ്ടുകൂടാ. മുഖവും മുൻകൈയും അവന് കാണാൻ അനുവദിക്കപ്പെട്ടു. എപ്പോ? ഇവളെ ഏകദേശം കല്യാണക്കാൻ സാധ്യതയുണ്ട്, കുടുംബം ഓക്കെയാണ്, അവളുടെ വീട്ടുകാരുടെ വിഷയം ഓക്കെയാണ്, അവരുടെ ദീനി ചുറ്റുപാടുകൾ വളരെ അധികം അപ്പീലിംഗ് ആണ് എങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. സംസാരിക്കാൻ പറ്റുമോ? എത്ര വരെ പഠിച്ചു ചോദിക്കാൻ പറ്റുമോ? ഇല്ല. കല്യാണം കഴിക്കാൻ പോണ പുതിയാപ്പിളായിട്ടില്ലല്ലോ. നീ എത്ര വരെ പഠിച്ചു എന്നോ, നിന്റെ വർത്തമാനം എന്താണെന്നോ, എന്നെ ഇഷ്ടമായോ എന്നോ ഇഷ്ടമായില്ല എന്നോ ചോദിക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ലെങ്കിൽ ഒരന്യ പെണ്ണിനോടുള്ള പെരുമാറ്റം എങ്ങനെ വേണമെന്ന് ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. സ്വന്തം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, ആ പെണ്ണിനോട് അവളുടെ മുഖവും മുൻകൈയും നോക്കിയാൽ മുഖത്ത് സൗന്ദര്യം മനസ്സിലായി. മുൻകൈ കണ്ടാൽ കൈയിന്റെ അകവും പുറവും കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ ശരീരത്തിന്റെ മിനുമിനുപ്പ് എത്രയാണെന്നും അറിഞ്ഞു. ഇതറിയാത്ത പൊട്ടൻ പിന്നെ കല്യാണം കഴിക്കാനും പോണ്ട. അവളുടെ മുടി എത്രയാണ്, അവളുടെ കാലിന്റെ കഥ എന്താണ്, ഇതൊക്കെ പെങ്ങന്മാര് പോയി കണ്ടോട്ടെ, ഉമ്മമാര് പോയി കണ്ടോട്ടെ. ആ പെണ്ണിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ് നമ്മുടെ ദീന്. പിന്നെ എങ്ങനെയാണ് അങ്ങാടികളുടെ തെരുവുകളിൽ കമന്റടി നടക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ മധുരമുള്ള ഹറാമിന്റെ വാക്കുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ്ങിലും അല്ലാതെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹറാമല്ലേ ഇത്?
സ്വന്തം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നിശ്ചയം കഴിഞ്ഞാൽ പോലും ഫോൺ കൊടുക്കേണ്ട സഹോദര. നീ ഗൾഫുകാരനോ നാട്ടുകാരനോ ആയിക്കോട്ടെ, നിശ്ചയം കഴിഞ്ഞ പെണ്ണിനോട് സംസാരിക്കാൻ നിനക്ക് പാടുള്ളതല്ല. ഇതിനൊന്നും നേരായിട്ടില്ല. നിക്കാഹ് കഴിയണം. സവ്വജതുക എന്ന് പെണ്ണിന്റെ വലിയ നിന്നോട് പറയുകയും ഖബിൽതു എന്ന് നീ പറയുകയും ചെയ്യുന്നതുവരെ അവളെ കാണലോ അവളെ സംസാരിക്കലോ ആ വിവാഹത്തിന്റെ അസ്മ ചെയ്യാനുള്ള ഖിത്ബത്തിന്റെ വിവാഹ ആലോചനയുടെ നോട്ടമല്ലാതെ വേറെ കാണാൻ പാടില്ലെന്നാണ്. അങ്ങനെയാണ് സ്വന്തം ഭാര്യയാവാൻ പോകുന്നവളോട് ശർഅ പറയുന്നതെങ്കിൽ ഒരന്യ പെണ്ണിനോടുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്? ജോലി സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവര്, കൂടെ പഠിക്കുന്നവര്, കോളേജിൽ പോകുന്ന ചെറുപ്പക്കാരെ മനസ്സിലാക്കണ്ട, ഞങ്ങൾ കുട്ടികളാണ് എന്ന്. നിങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടോ എങ്കിൽ നിങ്ങളൊരു പുരുഷനാണ്. നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ മിങ്കിളായിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളിപ്പോ കുട്ടികളുടെ കാറ്റഗറിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ നോട്ടങ്ങൾക്ക് നാളെ ചോദ്യമുണ്ട്, നിങ്ങളുടെ വാക്കുകൾക്ക് നാളെ ചോദ്യമുണ്ട്. നിങ്ങളുടെ മിങ്കിളിങ്ങിന് അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഫഹ്ശാ, ലോകത്ത് തിന്മ വളരണമെന്നും ലോകത്ത് തിന്മയാണ് നടക്കേണ്ടതെന്നും മനുഷ്യന്മാരും മൃഗങ്ങളെപ്പോലെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഓറിയന്റലിസ്റ്റുകാരന്റെ പദ്ധതികളാണ് നമ്മുടെ സിനിമക്കാരൻ അവന്റെ തിരക്കഥയായി അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സീരിയലുകാരൻ നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്പുകാരൻ ജീവിക്കുന്ന പോലെ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം വേണ്ട, ആങ്ങളും പെങ്ങളും വ്യത്യാസം വേണ്ട, ഭാര്യയ്ക്ക് പേരിനൊരു ഭാര്യ, അവന് വേറെയും ഗേൾഫ്രണ്ട്സ്, ഇങ്ങനെ ലോകം മുഴുവനും തെമ്മാടികളായി നടക്കണമെന്നാണ് യൂറോപ്പുകാരനും പാശ്ചാത്യനും നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ലാ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം വയഇസൂ മിനൽ ആഖിറഹ് കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. സൂറത്തുൽ മുംതഹിന അല്ലാഹു അവസാനിക്കണത്ത് പറയുകയാണ്, ഇതൊന്നും നമുക്ക് പറ്റൂല. നമ്മൾ റബ്ബിനെ കാണാൻ പോകുന്നവരാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅ. ആർക്കാണോ റബ്ബിനെ കാണാൻ കൊതിയുള്ളത് അവരെ കാണാൻ അല്ലാഹു കൊതിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനെ കാണാൻ പോകുന്നവരാണ്. അവിടെ വിചാരണയുള്ളെന്ന് പഠിച്ചവരാണ്, അവിടെ ചോദ്യമുണ്ടെന്ന് അറിയുന്നവരാണ്. ഈ ലോകത്ത് മനസ്സമാധാനം തിന്മ ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കൂല. നന്മ മാത്രം ചെയ്യുന്നവർക്ക് കിട്ടുന്ന മനസ്സമാധാനത്തിന്റെ വില ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അലിമൽ മുലൂകു മാ നഹ്നു ഫീഹി ലഹാറബൂനാ. നമുക്ക് കിട്ടുന്ന മനസ്സമാധാനത്തിന്റെ ആ ഒരു ഡെപ്ത്, അതിന്റെ ഒരു ആഴം രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളോട് അവർ യുദ്ധം ചെയ്തത് തിരിച്ചു വാങ്ങിയേനെ. അള്ളാഹുവിന്റെ ഖുർബിലും അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലും കിടക്കുന്ന നമുക്ക് കിട്ടുന്ന ഈ മനസ്സമാധാനം രാജാക്കന്മാർക്ക് പോലും കിട്ടുന്നില്ലല്ലോ. അള്ളാഹുവിനെ വഴിപ്പെടുന്നവന് പേടിക്കണ്ട, അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്നവന് വിറക്കേണ്ട ആവശ്യമില്ല. തിന്മ ചെയ്തവന് പേടിക്കേണ്ടി വരും. മരണം വരെ ആ തിന്മ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് സംഭവിക്കാതിരിക്കാൻ നോക്കി. ഒരു വ്യഭിചാരം ഒരിക്കൽ നടന്നാൽ അള്ളാഹു ആ പെണ്ണിന്റെ ചാരിത്രം എടുത്തു കളഞ്ഞുവല്ലോ, ആ പുരുഷന്റെ ചാരിത്രം എടുത്തു കളഞ്ഞില്ലേ? ഒരു തവണ കള്ളുകുടിച്ചാൽ കഴിഞ്ഞു. ആ ഒരു തവണ പോലും അത് നടക്കാതെ വിവാഹം ചെയ്യുന്നവരെ മഹർ കൊടുക്കാനും ചെലവ് കൊടുക്കാനും അള്ളാഹു നിങ്ങൾക്ക് വഴി തരുന്നത് വരെ വ്യഭിചാരം ചെയ്യാതെ ജീവിക്കണേ. നിങ്ങൾ തിന്മ ചെയ്യല്ലിൻ ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. പെണ്ണുങ്ങളുള്ളിടത്തേക്ക് നിങ്ങൾ നടന്നു ചെല്ലല്ലിൻ. പരിശുദ്ധ റസൂലുള്ളാഹി അവരോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അവരുടെയും നമ്മുടെയും ഖബറിൽ നാളെ തീ കത്താതിരിക്കാനാണത്. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. ഒരാൾ ചോദിച്ചു, നബിയേ അറഅയ്തൽ ഹംവ യാ റസൂലല്ലാഹ്. നബിയേ ഭർത്താവിന്റെ സഹോദരന്മാർക്ക് കുഴപ്പമില്ലല്ലോ. ഭർത്താവിന്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയെ പ്രായപൂർത്തിയായ ജ്യേഷ്ഠനോ അനിയനോ അവരുടെ അടുത്ത് പോയി ചോദിക്കുന്നതിന്, അവരുടെ കൂടെ ഇരിക്കുന്നതിന്, അവരോട് സംസാരിക്കുന്നതിന്, ഒന്ന് തൊടുന്നതിന് കുഴപ്പമുണ്ടോ നബിയേ? ഭർത്താവിന്റെ പ്രായപൂർത്തിയെത്തിയ അനിയനോ ജ്യേഷ്ഠനോ മരണത്തെ കാക്കുന്ന പോലെ കാക്കണം. അവിടെയാണ് ഡേഞ്ചർ ഉള്ളത്, അവിടെയാണ് അപകടമുള്ളത്. നമ്മൾ ആരും മോശക്കാരായതുകൊണ്ടല്ല,
നമ്മൾ ആരും ഒന്നിനും കൊള്ളരുതാത്തവരായതുകൊണ്ടല്ല. വല്ലാഹി മാ ഖലാ റജുലും ബിംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ. നമ്മൾ മോശക്കാരായതുകൊണ്ടല്ല. ഒരു അന്യ പെണ്ണിന്റെ കൂടെ ഒരു അന്യ പുരുഷനായി കഴിഞ്ഞാൽ മൂന്നാമതായി അവരുടെ കൂടെ പിശാച് വരുമെന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചാണ് അവിടെ വരുന്നത്. നിങ്ങളെ കൊണ്ടരുതാത്തത് ചെയ്യിപ്പിക്കും, പറയിപ്പിക്കും, തുടിപ്പിക്കും. ഇത് വരാതിരിക്കാൻ നിങ്ങൾ പെണ്ണുങ്ങളുടെ വിഷയം സൂക്ഷിക്കണേ എന്ന് ആണുങ്ങളോടും, പെണ്ണുങ്ങളെ നിങ്ങളും കണ്ണു ചിമ്മേണമേ. അന്യ ആണുങ്ങളോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കുകയും അന്യ പുരുഷന്മാർ തങ്ങൾ ആകൃഷ്ടരാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നടത്തം സ്വർഗത്തിന്റെ പരിമളം പോലും ആ പെണ്ണുങ്ങൾക്ക് കിട്ടുകയില്ലെന്നും പരിശുദ്ധ റസൂലുള്ളാഹി. കല്യാണത്തിന് പോകുന്ന പെണ്ണെ, സൽക്കാരങ്ങൾക്ക് പോകുന്ന ചെറുപ്പക്കാരാ, ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഇടപഴകുന്ന ഇടങ്ങളിൽ ഒരു വാളിന്റെ സദസ്സിന് പോന്നാൽ പോലും അങ്ങാടികളിലൂടെ നടന്നു പോകുമ്പോ, റോഡരികിലൂടെ നിങ്ങൾ ഇനി വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കലർന്നു പോവല്ലേ, ഹറാമാണത്. വഴിയുടെ ഓരം പിടിച്ച് വഴിയുടെ ഒരരികത്ത് കൂടെ മാത്രമേ നിങ്ങൾ നടക്കാവൂ എന്ന് ഹബീബായ തങ്ങൾ പെണ്ണുങ്ങളോട് പറയാറുണ്ട്. അത് വാലിന് വരുന്ന പെണ്ണുങ്ങൾക്കും ബാധകമാണ്, ഉറൂസിന് വരുന്ന പെണ്ണുങ്ങൾക്കും ബാധകമാണ്. എവിടേക്ക് പോയാലും നിങ്ങൾക്കത് ബാധകമാണ്. നിങ്ങളാവല്ലേ, ഒന്നുണ്ടായിട്ടല്ല നമ്മളോടത് ചെയ്യരുത് എന്ന് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹുവിനെ അനുസരിക്കുകയാണ്. അല്ലാഹു നിങ്ങളോട് പറയുന്നു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി, മോശപ്പെട്ടത് സംസാരിക്കരുത്, മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉണ്ടാവരുത്, ഫൗൾ ലാംഗ്വേജുകൾ ഉപയോഗിക്കരുത്, വൽ ബഗി, അക്രമം ചെയ്യരുത്. മോശപ്പെട്ട പദപ്രയോഗം നിങ്ങൾ ചെയ്യല്ലിൻ. തോന്നിവാസത്തിന് തോന്നിവാസം കൊണ്ട് മറുപടി പറയല്ലിൻ. അത് ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സംഘടനാതലങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഒക്കെ അങ്ങനെയാണ്. നന്മ മാത്രം പറഞ്ഞാൽ തന്നെ ദീൻ പ്രചരിപ്പിക്കാൻ കഴിയും. നമ്മൾ തിന്മയുടെ ഭാഷകൾ ഒഴിവാക്കണം എല്ലാ മേഖലകളിലും. ഇയ്യാകി വൽ ഫഹ്ശ് വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഈദുകും ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾ അക്രമത്തിന്റെ വഴിയിലേക്ക് പോവരുതേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു കേസ് വന്നു. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഒരാളുടെ സ്ഥലം ഒരൽപ്പം കയ്യേറിയോ എന്ന് സംശയം. അബൂബക്കർ തങ്ങൾ ഉറക്കെ സംസാരിച്ചു. അബൂ സുഫിയാനോട് ഉറക്കെ പറയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ, നിങ്ങൾക്ക് ഈ അക്രമം ചെയ്യാൻ അല്ലാഹു അനുവാദം തന്നിട്ടില്ല. അപ്പോൾ വാപ്പുണ്ട് അബൂ ഖുഹാഫ, അലാമൻ യർഫഉ അതീഖുൻ സൗതഹ, ആരുടെ മേലെയാണ് ഇപ്പോൾ ഈ അതീഖ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറ്റി പറയാ, ആരുടെ മേലെയാണ് ഈ ഒച്ച വെച്ച് പറയുന്നത് സിദ്ദീഖ്? വാപ്പ ചോദിച്ചു. ആൾക്കാർ പറഞ്ഞു അബൂ സുഫിയാൻ. വല്ലാത്ത ധൈര്യം തന്നെ. ഖുറൈശികളുടെ നേതാവ് അബൂ സുഫിയാനൊക്കെ വരച്ച വരക്ക് നിർത്തേ എന്റെ സാധുവായ മകൻ അബൂബക്കർ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പാ, അല്ലാഹു പറഞ്ഞ പോലെ പോകുന്നവൻ ഷരീഫാണ്, അവന് സ്ഥാനമുണ്ട്, അവൻ മാന്യനാണ്. അല്ലാഹുവിന്റെ വഴി അതിക്രമിച്ചു കടന്നാൽ അവന്റെ സ്ഥാനം അള്ളാഹു എടുത്തു കളയുകയാണ്. പിന്നെ അവിടെ അബൂ സുഫിയാനെന്നോ ഖുറൈശി നേതാവെന്നോ അവിടെ പ്രശ്നമല്ല. ഒരു അന്യന്റെ സ്ഥലം കയ്യേറിയെങ്കിൽ അത് തിരിച്ചു കൊടുത്തേ പറ്റൂ. ഞാൻ അള്ളാഹുവിനാൽ മഅ്മൂറാൻ, എന്റെ കൽപ്പന ഞാൻ നടത്തുകയാണ്. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇവിടെ ആളുടെ വില ഞാൻ നോക്കൂല. അള്ളാഹുവിന്റെ നിയമം കയ്യേറിയാൽ എന്തേ ബഗി, ജനങ്ങളുടെ സ്ഥലം കയ്യേറുന്നത്, മതിൽ വെക്കുമ്പോ, വഴി കൊടുക്കുമ്പോ അന്യന്റെ സ്ഥലത്തേക്ക് നമ്മുടെ വീടിന്റെ ചുമര് ചേർത്ത് വെക്കുന്നത്, ചാച്ചു വെക്കുന്നത്, മതിൽ കെട്ടുമ്പോ ഒരൽപ്പം റോട്ടിലേക്ക് ഇറക്കി കെട്ടുന്നത്, ഇതൊക്കെ ദുൽമാണ്, ബഗിയാണ്. ഒരു വാഹനം കടന്നു പോവാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ പിശുക്ക് കൊണ്ട് നമ്മുടെ റോഡുകളൊക്കെ ചുരുങ്ങിക്കഴിഞ്ഞു, അല്ലേ? പിശുക്കിന്റെ പിശുക്ക്. ഏക്കറ കണക്കിന് ഭൂമിയുള്ള മനുഷ്യരും ഒരു വഴിക്ക് രണ്ടടി കൊടുക്കൂല. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും സമരമുണ്ട്, നമ്മുടെ നാഷണൽ ഹൈവേക്ക് വീതി പോരാൻ ആരുടെ സ്ഥലം കൊടുക്കൂല, അല്ലേ? വലിയ സങ്കടമുണ്ട്. നമ്മുടെ നാടൊക്കെ എന്തൊരു വിഷമത്തിലായിപ്പോയി. ഇനി അങ്ങ് നടക്കുമോ? അന്ന് കുറച്ച് വീട് പോകും, ശരി തന്നെയാണ്. പക്ഷെ ഇന്ന് അതിന് ഇരട്ടി പോകൂലേ? ഉറപ്പാണ്. ആരും കൊടുക്കാൻ തയ്യാറല്ല. ഒരൽപ്പം വിട്ടുവീഴ്ച നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും ആവുന്നുമില്ല.
നമ്മളായിട്ട് പിശുക്കി ജനങ്ങളുടെ തോളിലേക്ക് മതിൽ കെട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ചെയ്യല്ലിൻ വൽ ബഗി, നിങ്ങൾ അതിക്രമം ചെയ്യല്ലിൻ, വിട്ടുവീഴ്ച ചെയ്യുവിൻ. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്യാൻ പറയുന്നു. അല്ലാഹു പറയുന്നു നിങ്ങൾ അക്രമം ചെയ്യരുതേ. ഇത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ബോധം വരാൻ അല്ലാഹു നിങ്ങളോട് വഅദ് പറയുകയാണ്. അല്ലാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നന്മകൾ സ്വീകരിക്കാനും അല്ലാഹു അരുതെന്ന് പറഞ്ഞ തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാനും മരണം വരെ അല്ലാഹുവിന്റെ ദീനിന്റെ മധുരവും ഇബാദത്തിന്റെ മാധുര്യവും അറിഞ്ഞ് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ألف أنت للهداة وباء سيد الخلق جندك الأنبياء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഫൗസ ഇൻദൽ ഖളാഹ്, പടച്ചവനെ നീ വിധി പറയുന്ന നാളിൽ എനിക്ക് വിജയം തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഫൗസ ഇൻദൽ ഖളാഹ് വനുസുലശ് ശുഹദാ വഐശസ് സുഅദാ, നിന്റെ രക്തസാക്ഷികൾക്ക് നീ കൊടുക്കുന്ന പ്രതിഫലം, അവരിറങ്ങുന്ന വീടുകൾ, അതുപോലത്തത് എനിക്കും തരണേ അല്ലാഹ്. ശുഹദാഇന്റെ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് തങ്ങൾക്ക് ബാധിച്ച പനിയാണ്. അതോടൊപ്പം അന്നൊരിക്കെ ജൂതന്മാരായ ചില ആളുകൾ നബി തങ്ങൾക്ക് ആട് മാംസത്തിന്റെ ഇടയിൽ വിഷം തീർത്ത് കൊടുത്തിട്ടുണ്ട് ഖൈബറിൽ. തങ്ങൾ വഫാത്താകുന്ന നേരത്ത് പറഞ്ഞു, ആ വിഷത്തിന്റെ അതിന്റെ ചില അംശങ്ങൾ ഞാൻ ഇപ്പോഴിങ്ങനെ അനുഭവിക്കുന്നുണ്ട്. തങ്ങൾക്ക് അല്ലാഹു തആല ഷഹാദത്ത് കൊടുത്തതിന്റെ അടയാളമാണതെന്ന് ഉലമാ പറയും. തങ്ങൾ ഷഹീദാണ്. എങ്ങനെ? വൽ മബ്തൂനു ഷഹീദ്, ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അപകടം, ഒരു കേട് സംഭവിച്ചിട്ട് മരിക്കുന്നത് ഷഹാദത്തിന്റെ കൂലി കിട്ടുന്ന ആ കൂലി കൂടെ നബി തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും വലിയ കൂലി കിട്ടേണ്ടത് ദഅവത്തിന്റെ കൂലി, റിസാലത്തിന്റെ കൂലി, ഉമ്മത്തിന് ഈ ദീൻ എത്തിച്ചു കൊടുത്തതിന്റെ പ്രതിഫലം, അതിന്റെ ഒക്കെ പുറമെ ഷഹാദത്തിന്റെ കൂലിയും. അതിനായിരുന്നു അന്നൊരിക്കെ ഖൈബറിൽ വെച്ച് ജൂതന്മാർ ഹബീബിന് അങ്ങനെ വിഷം ചേർത്ത ഭക്ഷണം കൊടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ألف أنت للهداة وباء سيد الخلق جندك الأنبياء. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യമായി നിങ്ങളുടെ ചിന്തകൾ അത് അല്ലാഹുവിനറിയാം. ആളുകളുടെ മുമ്പിൽ പത്രാസ് കാണിക്കലാണല്ലേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, ധൂർത്തി എന്താണ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇതേ സൂറത്തിൽ ഒരായത്തും കൂടെ കഴിഞ്ഞാൽ 29ാമത്തെ ആയത്ത്, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറാ. ഖുർആൻ പറയാം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, കൈ ഇങ്ങനെ കഴുത്തിലേക്ക് പിടിച്ചു കെട്ടരുത്. ഒരു 5 പൈസ ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വല്ലതും തരുമെന്ന് ചോദിച്ചാൽ അവൻ കൊടുക്കൂലേ, തരൂല്ല, ഇതെന്റെ പൈസയാണ്. പിഷ്കല്ല. അതാണ് കൈ ഇങ്ങനെ നെഞ്ചിലേക്ക് കഴുത്തിലേക്ക് കൂട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ. വലാ തജ്അൽ യദക, നിന്റെ കൈ ആക്കരുത്, മഗ്ലൂലതൻ കെട്ടിവെച്ചതാക്കരുത്, ഇലാ ഉനുഖിക, നിന്റെ കഴുത്തിലേക്ക്. ألف أنت للهداة وباء سيد الخلق جندك الأنبياء. لا تقرأ عند أمر عسير إلا يسره الله تعالى. അത് യാസീൻ ഏതൊരു പ്രയാസമുള്ള സമയത്ത് ഓതിയിട്ടുണ്ടോ ആ പ്രയാസം അല്ലാഹു നീക്കി തരുക തന്നെ ചെയ്യും. وكأن قراءتها عند الميت, മരണമാസന്നമാകുന്ന ആളിന്റെ അടുത്ത് യാസീൻ ഓതിയാൽ لتنزل الرحمة والبركة, അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഇറങ്ങാനത് കാരണമാകും. മരണത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങി. ഡോക്ടർമാർ പറഞ്ഞു, ഇതാ ഈ ഓക്സിജൻ എടുത്തു മാറ്റിയാൽ, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ആൾ മരിച്ചു പോകും, സമയമായിട്ടുണ്ട്, വേഗം യാസീൻ ഓതാ. പരിസരത്തുള്ള ആളുകൾ യാസീൻ ഓതാൻ തുടങ്ങണം.
ലിയസ്ഹുല അലൈഹി ഖുറൂജുർ റൂഹി, റൂഹ് ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത് എളുപ്പമാവാൻ വേണ്ടി സൂറത്ത് യാസീൻ അരികത്തുള്ളവർ ഓതി കൊടുക്കണം എന്ന് ഉലമാ പറയുന്നുണ്ട്. ألف أنت للهداة وباء سيد الخلق جندك الأنبياء فإنما عليه ما حمل. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് ആ വിഷയമേ പ്രവാചകർക്ക് നിർവഹിക്കേണ്ടതുള്ളൂ. നബി തങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്താ? തബ്ലീഗ്, ഇത് എത്തിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കിൻ. ജനങ്ങളെ കൈപിടിച്ച് ചെയ്യിപ്പിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഡ്യൂട്ടിയല്ല. അത് അവിടത്തോട് അല്ലാഹു കൽപ്പിച്ചിട്ടുമില്ല. പക്ഷെ അവിടെ നിന്ന് പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഡ്യൂട്ടിയിൽപ്പെട്ടതായിരുന്നില്ല. നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യലാണ്. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ലക്ഷ്യം അതാണ്. നിങ്ങളവിടെ പറഞ്ഞയച്ചത് അതിനാണ്. എന്റെ നബിയെ പറഞ്ഞയച്ചതോ ഇത് നിങ്ങൾക്ക് അറിയിച്ചു തരാനാ. അത് ഞാനാണ് അറിയിച്ചത്. എന്റെ റസൂലിന്റെ ജിഹ്വയിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തന്നു കഴിഞ്ഞു. ഖലാസ്, എന്റെ നബിയുടെ ദൗത്യം അവസാനിച്ചു. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞോടി, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല, നിങ്ങൾ അനുസരിച്ചില്ല. അത് നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട ഒരു ദൗത്യം നിങ്ങൾ ചെയ്തില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ അതിന്റെ ബാധ്യസ്ഥരാണ്. എന്റെ റസൂലിനോട് ചോദ്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വിഷയം കൂടെ പറയുന്നു, എന്റെ നബിയെ അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടുന്നുള്ളൂ. ചരിത്ര പ്രസിദ്ധി ആർജിച്ച മമ്പുറത്തിന്റെ പാവന മണ്ണിലെ പുതുപ്പകിട്ടണിയിച്ച് ഭക്തി സാമഗ്രികളുടെ സമ്പൂർണമായൊരു വ്യാപാര കവാടം. കുത്തുബ് സമ്മാൻ ബുക്ക് സ്റ്റാൾ, ഓഡിയോസ്, ഗിഫ്റ്റ് ആൻഡ് ക്യാപ് മാർട്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മക്കാമുൽ മുൻവശം, മമ്പുറം. മൊബൈൽ 9895512196. വായനയിലൂടെ തൗഹീദിന്റെ സാരപ്പൊരുളുകൾ മനസ്സിൽ ഉൾക്കൊള്ളാൻ ഉതകുന്ന ഇസ്ലാമിക പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, വിവിധ പരിഭാഷകൾ, വിവിധ തരം അച്ചടിയിലുള്ള ഖുർആനുകൾ, ഖുർആൻ പരിഭാഷകളും, ഭക്തികർമ്മങ്ങൾക്ക് അനിവാര്യമായ തൊപ്പികൾ, തസ്ബീഹ് മാലകൾ, അനുഭൂതിയുടെ പരിമളം പരത്തുന്ന അത്തറുകൾ, വീടുകൾക്ക് പ്രൗഢിയും പുണ്യദർശനവുമേകുന്ന ഫ്രെയിമുകൾ, ഫ്ലവർ ഐറ്റംസുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, പള്ളികളിലേക്ക് ആവശ്യമായ തൊപ്പികൾ, അനുബന്ധ സാധനങ്ങൾ, വിവിധ മോഡലിൽ ഗൾഫുകൾ, ടോയ്സുകൾ, കൂടാതെ വിവിധ വിഷയാവതരണത്തിലുള്ള പ്രഭാഷണ സീഡികൾ, മദ്ഹ് ഗാന സീഡികൾ, മാപ്പിളപ്പാട്ട് സീഡികൾ, കഥാപ്രസംഗ സീഡികൾ തുടങ്ങി അനേകം ഇസ്ലാമിക് ഐറ്റംസുകളുടെ അനർക്കവിസ്മയ ശേഖരവുമായി കുത്തുബ് സമാന്റെ മുന്നിൽ ഖുദ്റത്തുടയവന്റെ അനുഗ്രഹത്തോടെ കുത്തുബ് സമാൻ ബുക്ക് സ്റ്റാൾ. കുത്തുബ് സമാൻ ബുക്ക് സ്റ്റാൾ, ഓഡിയോസ്, ഗിഫ്റ്റ് ആൻഡ് ക്യാപ് മാർട്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മക്കാമുൽ മുൻവശം, മമ്പുറം. മൊബൈൽ 9895512196.